നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാടാ. ഒരാൾ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്തേ. അലീന ഷെയർ ചെയ്യോ? അല്ലെങ്കിൽ ഇന്ന് അലീന കൃഷ്ണകുമാർ എനിവൺ ഈസ് ഫൺ ഷെയർ ചെയ്തേടാ. നോർമലി ആനൊക്കെ അല്ലേ ഷെയർ ചെയ്യാറുടെ? വേറൊരാൾ ഷെയർ ചെയ്തേ. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ. സോ നമ്മൾ അലേർട്സ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? ടേബിൾ ലാസ്റ്റ് എടുത്തായിരുന്നു അല്ലേ? ടേബിൾസ് കംപ്ലീറ്റ് ആയില്ലായിരുന്നോ? യെസ് ഫൈൻ. ടേബിളിന്റെ കോളം ഫെച്ച് ചെയ്യുന്നത് വരെ നമ്മൾ എടുത്തായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് എങ്ങനെ ആക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ആക്ഷൻസ് എന്ന് വെച്ചാൽ മൗസ് ആക്ഷൻസ് അതുപോലെ കീബോർഡ് ആക്ഷൻസ്, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏതാണെന്ന് അടുത്ത്? മൗസ് ആക്ഷൻസും കീബോർഡ് ആക്ഷൻസും. എന്തോ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഹാൻഡ്ലിംഗ് ആക്ഷൻസ് ആണ്. അതിൽ നമ്മൾ രണ്ട് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. മൗസ് ആക്ഷൻ അതുപോലെ കീബോർഡ് ആക്ഷൻ. ഓക്കെ. മൗസ് ആക്ഷൻ വെച്ചാൽ നോർമലി നമ്മൾ ചെയ്യുന്ന ക്ലിക്ക് ഒരു മൗസ് ആക്ഷൻ തന്നെയാണ്. അത് കൂടാതെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹോവർ ചെയ്യുന്നത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഫങ്ഷണാലിറ്റീസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? മൗസ് ആക്ഷൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ക്ലിക്കിന് വേറെ, നോർമൽ ക്ലിക്കിങ്ങിന് വേറെ സ്പെഷ്യാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ആസ് ഇറ്റ് ഈസ് തന്നെ പെർഫോം ചെയ്യും. ഓക്കെ. ഇനി റൈറ്റ് ക്ലിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹോവർ പെർഫോം ചെയ്യണമെങ്കിൽ അതും അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ഷൻസ് എന്നൊരു ക്ലാസിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും ചെയ്യുന്നത്. ആക്ഷൻ ചെയ്യാൻ ആക്ഷൻ ചെയിൻസ് എന്നൊരു ക്ലാസിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ആക്ഷൻ ചെയിൻസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിടാ അലീന. ഒരു കാര്യം ചെയ്തോളൂ, ഫസ്റ്റ് ക്ലാസ് എന്റെ സ്ഥാനം വേണ്ട, അവിടെ വെച്ചോ. അതിൻ്റെ അകത്ത് ഉണ്ടാവും, അവിടെ ഉണ്ടാവും, എടുത്തോളാം. അത് കൊണ്ട് കൊടുത്തോ, അമ്മയ്ക്ക് മറന്നു വേണം, കൊണ്ട് കൊടുത്തോ കേട്ടോ. കാപ്പിപ്പൊടി കൊണ്ട് കൊടുക്ക്.
ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തേടാ, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യൂ, actions.py. ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ, ബേസിക്സ് ലിനിയത്തിന് എക്സ്റ്റെൻഡ് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, വെരിഫൈ മൗസ്, വെരിഫൈ റൈറ്റ് ക്ലിക്ക്, വെരിഫൈ റൈറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്ത സൈറ്റിലെ സെലീനിയം QA-Bible.in അത് തന്നെ എടുത്തോളൂ കേട്ടോ. കുഞ്ഞാ പൈസ എടുക്കരുതായിരുന്നു. നമ്മള് ടേബിളിൽ യൂസ് ചെയ്തതാടോ. QA-Bible.in അവിടെ വരെ. ഓക്കെ, അതെടുത്തിട്ട് ഹോമിലേക്ക് പോയാലും മതി, പ്രശ്നമില്ല. ഓക്കെ, ആ URL ഒന്ന് കോപ്പി എടുത്തോളൂ. ആ URL-ലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യൂ കേട്ടോ. വേണ്ട വേണ്ട. ഇതില് ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പില് മാമിനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ബേസിക് സെലീനിയത്തിൽ ഓൾറെഡി സെയിം URL-ലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് മാൻഡേറ്ററി അല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാമെന്ന് മാത്രം. മാൻഡേറ്ററി അല്ല, നമുക്ക് എന്താ പറയുക, ഒന്നുകൂടെ ക്ലാരിറ്റി കൂടെ കൊടുക്കണേ കൊടുക്കാം. കളഞ്ഞോ? ഓക്കെ, ടൈപ്പ് ചെയ്യടാ. അതില് കുറച്ച് ലിങ്കുകൾ കാണാം അല്ലേ ആ പേജില്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറെ ലിങ്ക്സ് കാണാം, ഹോം, ഇൻപുട്ട് ഫോം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലിങ്കിന്റെ ഏതെങ്കിലും ഒരു ലിങ്കിന്റെ IMG അല്ല കേട്ടോ, അത് വരുന്നത് അതായിരിക്കും, ഒരു ആങ്കർ ടാഗ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു ആങ്കർ ടാഗിന് അതിന്റെ ഒരു ലൊക്കേറ്റർ എഴുതിയിട്ട് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യാം.
ലിങ്ക് ആണ്, വേണമെങ്കിൽ ബൈ പാർഷ്യൽ ടെസ്റ്റ് എടുക്കാം. ബൈ പാർഷ്യൽ ലിങ്ക് ടെസ്റ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇതിലെല്ലാവരും എത്തിയായിരുന്നോ? അഖിലേന്ദു, അനഘ, കൃഷ്ണകുമാർ എത്തിയായിരുന്നോട് അതുവരെ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തോളൂ. അപ്പൊ ആക്ഷൻസ് ഈക്വൽസ് ആക്ഷൻ ചെയ്യൻ. ആക്ഷൻ ചെയിൻസിന്റെ എയും സി ടാഗ്സ് ആണ്. ബ്രാക്കറ്റില് സെൽഫ് ഡോട്ട് ഡ്രൈവർ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തോളൂടാ. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തോളൂ. ആക്ഷൻസ് ഡോട്ട് കോണ്ടെക്സ്റ്റ് അണ്ടർസ്കോർ ക്ലിക്ക്. ബ്രാക്കറ്റ്സില് എന്താണോ അവിടെ നമ്മൾ ലൊക്കേറ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പേര്, ബ്രാക്കറ്റ്സ് ഡോട്ട് പെർഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്, ബ്രാക്കറ്റ്സ് കഴിഞ്ഞ് ഡോട്ട് പെർഫോം. റൈറ്റ് ക്ലിക്കിനെ സിമുലേറ്റ് ചെയ്യാൻ ആക്ഷൻ ചെയിൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലെ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണ് കോണ്ടെക്സ്റ്റ് അണ്ടർസ്കോർ ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. കോണ്ടെക്സ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ആക്ഷൻ ചെയിൻസ് ക്ലാസ്സിൽ ബിൽട്ട് ഇൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ ദാറ്റ് റൈറ്റ് ക്ലിക്ക് ക്യാൻ ബി സിമുലേറ്റഡ്. ഓക്കെ, ആക്ഷൻ ചെയിൻസിലെ ക്ലാസ്സസിന്, ആക്ഷൻ ചെയിൻസിലെ ഫംഗ്ഷൻസിന് വർക്ക് ചെയ്യണമെങ്കിൽ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ ചെയിനിങ് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ആക്ഷൻ ചെയിൻസ് അല്ലടാ, കോണ്ടെക്സ്റ്റ് ക്ലിക്ക് ആണ് എടാ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഓക്കെ, ഇനി ആക്ഷൻ ചെയിൻസിൽ ഏത് ക്ലാസ് എടുത്താലും ശരി അതിന്റെ എല്ലാം കൂടെ മാൻഡേറ്ററി ആയിട്ട് പെർഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ചെല്ല്.
ഓക്കെ, ഇനി ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂ. വെരിഫൈ റൈറ്റ് ക്ലിക്കിനെ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനീഷ്യലൈസ് ബ്രൗസർ വിളിച്ചിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കാം, നെക്സ്റ്റ് വെരിഫൈ റൈറ്റ് ക്ലിക്കിനെ വിളിക്കാം. ആണെങ്കിൽ ഒരു ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോളൂ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോട്ട് പെർഫോം കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലടാ. എന്താ നോക്കട്ടെ. ബൈ പാർഷ്യൽ ലിങ്ക് ടെസ്റ്റ് എന്താ മിസ്റ്റേക്ക്? താഴേക്ക് വയ്ക്കണം, ലോഗിന്റെ താഴേക്ക് വയ്ക്കാം. Unable to locate element by partial link text. Selector input. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തന്നെയാണോ വന്നിരിക്കുന്നത്, അതോ നിങ്ങൾക്ക് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റിയോ? എനിക്ക് സെയിം എററോ? ഇത് ഫുള്ള് കൊടുക്കണോ ടെക്സ്റ്റ്? ഫുള്ള് കൊടുത്ത് നോക്കിക്കേ. എനിക്ക് എറർ വന്നു. എറർ ആണോടാ? അതെ സെയിം എറർ ആണോ? അതെ, ഫുൾ ടെക്സ്റ്റ് കൊടുത്തു എന്നിട്ട് എറർ. എക്സ്പാത്ത് ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അതും ഇതാണോ ടെക്സ്റ്റ് കൊടുക്കണ്ടേന്നുണ്ടോ അങ്ങനെ? ഒരു കാര്യം ചെയ്തേ, ഹോമിന് കൊടുത്ത് നോക്കിക്കേ. ഹോം ആവുമ്പോൾ നിങ്ങൾക്ക് സ്പേസിംഗ് ഇല്ലാതെ കിട്ടും. എക്സ്പാത്ത് വെച്ച് കൊടുത്തേടാ അത്. ക്ലാസ് വെച്ച് ക്ലാസ് വെച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ടെക്സ്റ്റ് വെച്ച് ചെയ്ത് നോക്കിയടാ.
സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഒന്ന് റിമൂവ് ചെയ്തേ കോഡിന്ന്. ലൈൻ നമ്പർ 9 റിമൂവ് ചെയ്തേ. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ടൈം ഡോട്ട് സ്ലീപ്പ് ഇവിടെ അങ്ങ് കൊടുത്തേ. ഇവിടെ ആ പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എലമെന്റ് ലോഡ് ആവാത്തതാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് സോൾവ് ആവും അത്. ഇൻപുട്ട് ഫോമിന് പകരം ഹോം കൊടുത്തേടാ. ഇൻപുട്ട് ഫോമിന്റെ 2 സൈഡിലായിട്ട് സ്പേസിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോ ഇഷ്യൂ വരാം. ഹോം കൊടുത്തേ. കറക്റ്റ് ആയില്ലടാ. അതെന്തുകൊണ്ടാ പാർഷ്യൽ ലിങ്ക് ടെസ്റ്റ് വർക്ക് ചെയ്യാതെ ഞാൻ നോക്കട്ടെ കേട്ടോ. നോക്കിട്ട് പറഞ്ഞുതരാമേ. ഇപ്പൊ എല്ലാവർക്കും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടിയായിരുന്നോ? നെക്സ്റ്റ് മാം ഒരു മിനിറ്റ്, ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് എറർ വന്നായിരുന്നു. ചെയ്തു. കിടക്കുന്നു. കിട്ടി. കണ്ടിന്യൂ ചെയ്യും. ഇനി അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യൂ. വെരിഫൈ മൗസ് ഫോർവേഡ്. നമ്മുടെ ലിങ്കിന്റെ
ലൊക്കേറ്ററും അതുപോലെ ആക്ഷൻസ് ഈക്വൽസ് ആക്ഷൻ ചെയിൻസും ആ രണ്ട് സ്റ്റേറ്റ്മെന്റും അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്തോളൂ ഇങ്ങോട്ട്. ഓക്കെ, ഇതുവരെ എത്തി എല്ലാവരും? ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. ആക്ഷൻസ് ഡോട്ട് മൂവ് അണ്ടർസ്കോർ ടു അണ്ടർസ്കോർ എലമെന്റ് ഓഫ് ബ്രാക്കറ്റ്സിൽ ലിങ്ക് ഡോട്ട് പെർഫോം. അങ്ങോട്ട് കൊണ്ടുപോകുമോ? ഇനി 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 ഒന്ന് ജസ്റ്റ് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തിട്ട് ഒന്ന് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്ത ശേഷം നമ്മളുടെ മൗസ് ഹോവറിനെ വിളിക്കുക കേട്ടോ. ഇനി ബാക്കിയത് കമന്റ് ചെയ്തിട്ടുള്ളൂ. ഇതെന്താ ഔട്ട്പുട്ട് വന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ എന്താ സംഭവിച്ചത്? ഹോവർ ചെയ്യുമ്പോ ആ ഹോം എന്ന് പറയുന്ന ആ ലിങ്കിന്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് മാറും. കണ്ടായിരുന്നോടാ? ഓക്കെ, അത് നന്നായിട്ട്. യെസ്, അതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇത് ക്ലിയർ ആണോടാ? മൗസ് ഹോവർ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ?
ഇനി അടുത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. വെരിഫൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഒരു URL ഞാൻ തരുന്നുണ്ട്, ആ URL-ലേക്ക് നാവിഗേറ്റ് ചെയ്യുക കേട്ടോ. ആ URL ഒന്ന് ആക്സസ് ചെയ്യൂ. മാം ആ ലിങ്ക് ഒന്നുകൂടെ ഷെയർ ചെയ്യുമോ? ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു ഇടയ്ക്ക്. ഓക്കെ, ഇതാ. ആ ഡ്രാഗിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക കേട്ടോ. അതിന്റെ എക്സ്പാത്ത് എഴുതിക്കോളൂ. ബൈ ID വെച്ചിട്ട് എക്സ്പാത്ത് വെച്ചിട്ട് എങ്ങനെയാലും കുഴപ്പമില്ല. ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോളൂ. ഇതുപോലെ തന്നെ അതിൽ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോപ്പബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു എലമെന്റ് കൂടെ ഉണ്ട് അല്ലേ? ഡ്രോപ്പ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ഉണ്ടല്ലോ. വൺ ഓഫ് ടു വരുന്നുണ്ട്, കുഴപ്പമില്ല, എടുത്തോളൂ, അത് കാര്യമാക്കണ്ട. ഇതുവരെ എല്ലാവരും എത്തിയോ? അനഘ, കൃഷ്ണകുമാർ ആൻഡ് അഖിലേന്ദു എത്തിയായിരുന്നോടാ? എത്തി. അപ്പൊ താഴെ ടൈപ്പ് ചെയ്തോളൂ ആക്ഷൻസ് ഡോട്ട് drag and drop, drag underscore and underscore drop.
എററാണല്ലോ ആക്ഷൻസിൽ. ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാ മോളിൽ ആക്ഷൻസ് ഈക്വൽസ് ആക്ഷൻ ചെയിൻസ് ഓഫ് അല്ല അതിന് ഇങ്ങോട്ട് എടുത്തിട്ട് drag and drop off ബ്രാക്കറ്റിൽ കൊടുക്കൂ ഡ്രാഗ് കോമ ഡ്രോപ്പ് നിങ്ങൾ ഡ്രാഗബിളിന് എടുത്ത ഒബ്ജക്റ്റ് കോമ ഡ്രോപ്പബിളിന് എടുത്ത ഒബ്ജക്റ്റ് ഡോട്ട് പെർഫോം മൗസ് ഹോവർ കമന്റ് ചെയ്യാം എന്നിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യാം. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോളൂ. ഡോട്ട് പെർഫോം കഴിഞ്ഞിട്ട് അവിടെ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കണ്ട, താഴെ കൊടുത്താൽ കണ്ടായിരുന്നോ? ആ ഡ്രാഗബിൾ നേരെ വന്നിട്ട് ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്ത് കണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആ ഡ്രാഗബിൾ ഒബ്ജക്റ്റ് ഡ്രോപ്പബിളിലേക്ക് വന്നത് കണ്ടായിരുന്നോ? എനിക്ക് ഡ്രാഗ് ആയില്ല. ഒന്ന് ഷെയർ ചെയ്യോ സ്ക്രീന്? ഒന്ന് സ്ക്രോൾ ചെയ്യണം കേട്ടോ, അവിടെ എത്താൻ ലോഡ് ആകുമ്പോ ലോഡ് ചെയ്യണേ. താഴേക്ക് സ്ക്രോൾ ചെയ്യണടാ. സെലക്ട് ആയി നിൽക്കാണ്. അത് താഴ്ന്ന് സ്ക്രോൾ ചെയ്യണടാ. ഒരോട്ടം കൂടി എക്സിക്യൂട്ട് ചെയ്യൂ. മാം എനിക്കും അങ്ങനെ തന്നെയാ വന്നത്. സെലക്ട് ആയി നിൽക്കും. ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യും. മതി 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 വരട്ടെ. ഒന്നോട് താഴേക്ക്. മതി 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 ബസ്. അത് വേഗം സ്ക്രീൻ ക്ലോസ് ആയി പോകുന്നതാണടാ. കൊടുക്കും. സ്ക്രോൾ ചെയ്യണം.
വിസിറ്റ് ചെയ്തു, പക്ഷെ കാണാൻ പറ്റിയില്ല അല്ലേ? Time dot sleep of 10. അവിടെ എറർ അടിച്ചിട്ടില്ല, ബിക്കോസ് എറർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ എന്തെങ്കിലും കാണിക്കും. ലൊക്കേറ്ററിന് ശേഷം സ്ലീപ്പ് കൊടുത്തപ്പോഴാണ് എനിക്ക് വന്നത്. എന്താടാ? ലൊക്കേറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സ്ലീപ്പ് കൊടുത്തു. കൊടുത്തു നോക്കിക്കേ. താഴേക്ക് സ്ക്രോൾ ചെയ്തോളൂ. മതി മതി. ടൈം ഡോട്ട് സ്ലീപ്പ് 5 അല്ലേടാ കൊടുത്തിട്ടുണ്ടായിരുന്നത് അലീന? ഞാൻ 2 കൊടുത്തേ. 2 കൊടുത്തപ്പോൾ വെക്കാം അല്ലേ? ഇത് ഓരോരുത്തർക്കും നെറ്റ്വർക്ക് സ്പീഡിന് അനുസരിച്ച് മാറി മാറി കൊടുക്കണം. 10 കൊടുത്ത് നോക്കിയടാ. ഡോട്ട് ഡ്രാഗ് അണ്ടർസ്കോർ ആൻഡ് അണ്ടർസ്കോർ ഡ്രോപ്പ്. അവിടെ മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ സ്ക്രീൻ വേഗം ക്ലോസ് ആയി പോകുന്നതാണത്. അനഘയ്ക്കും അതുപോലെ കൃഷ്ണകുമാറിന് അങ്ങനെയാണോ വന്നിരിക്കുന്നത്? അത് നിങ്ങൾക്ക് എനിക്കിപ്പോ കറക്റ്റ് ആയി. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തപ്പോ ശരിയായി. കിട്ടിയില്ലായിരുന്നു. എന്താ കോഡ് ഒന്ന് ഇങ്ങോട്ട് പാസ് ചെയ്തേടാ, ചാറ്റിലിട്ടെ അനഘ. ഓക്കെ. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തുള്ള ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാനില്ല നമുക്ക്. ഈ കോഡൊന്ന് കൊടുത്തു നോക്കിക്കേടാ അഖിലേന്ദു. ഈ തൻ്റെ ഉള്ള കോഡൊന്ന് കമന്റ് ചെയ്ത് ഈ കോഡൊന്ന് കൊടുത്തു നോക്കിയ സെയിം കോഡ് തന്നെയാണ്, ഡിഫറൻസ് ഒന്നും ഇല്ല. അങ്ങനെ ജസ്റ്റ് കൊടുത്ത് നോക്കി നോക്കൂ. ചാറ്റിൽ ഇട്ടിട്ടുണ്ടടാ. ചാറ്റ് കാണിക്കുന്നില്ല. ചാറ്റ് എവിടെയാ? ചാറ്റ് സൈഡിൽ ഒരു ഐക്കൺ ആയിട്ട് വരുമല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നു. കാണുന്നില്ലല്ലോ. അത് ഷെയർ ചെയ്തടാ. സാധാരണ വരാറുള്ള ഇന്ന് കാണുന്നില്ല. അതെ, സാധാരണ അവിടെ സൈഡിൽ വരാറുള്ളതാണ് ഒരു ഓപ്ഷൻ. നേരത്തെ എനിക്കും ഇങ്ങനെ വന്നു, ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് റീജോയിൻ ചെയ്തു. ആ ടൈമിൽ തന്നെ എനിക്കും വന്നു, അപ്പൊ ഞാൻ വിചാരിച്ചു ഡ്രോപ്പ് ചെയ്യാന്ന്. അന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് റീജോയിൻ ചെയ്തേടാ. ഒന്നുകൂടെ കോഡ് പ്ലേസ് ചെയ്ത് തരാം. ഇപ്പൊ വന്നു. ഒന്നുകൂടെ കോഡ് ഷെയർ ചെയ്യോ? ഒന്നുകൂടെ ഇട്ട് കൊടുത്തേടാ കോഡ്. ഇട്ടു.
എൻ്റെയർ കോഡ് മാറ്റണ്ടടാ. അതൊന്നും കമന്റ് ചെയ്യണ്ട, അതൊക്കെ അവിടെ നിന്നോട്ടെ. അല്ല എൻ്റെ കോഡല്ല, നേരത്തെ എന്റെ മാത്രം. ഓക്കെ ഓക്കെ. ആ ഇതെന്താ എന്റെ പാർക്കാവാന്? കോഡിൽ വേറെ എറർ മിസ്റ്റേക്സ് ഒന്നും ഞാൻ കാണുന്നില്ല. ടൈം ഡോട്ട് സ്ലീപ്പിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കും. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ബൈ എക്സ്പാത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എക്സിക്യൂഷൻ ടൈം എടുക്കും. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി. പക്ഷെ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾക്ക് സിസ്റ്റത്തിന്റെ സ്ലോനെസ് എല്ലാം വരുമ്പോൾ ആ മൈന്യൂട്ട് ആയിട്ടുള്ള മില്ലി സെക്കൻഡ്സിന്റെ ടൈം തന്നെ നല്ല എക്സ്ട്രീം ഡിഫറൻസ് ആയിട്ട് എടുക്കും. ഇവിടെ ഒരു സ്പേസിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, അതാണോ? സ്പേസിന് ഡിഫറൻസ് കൊണ്ട് അല്ലല്ല. കൃഷ്ണകുമാറിന് ഔട്ട്പുട്ട് കിട്ടിയില്ലായിരുന്നോടാ? റൺ ചെയ്ത് നോക്കുകയോ? ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തിട്ട് പറയൂ കേട്ടോ. ഇല്ല, എന്റെ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എടാ ബൈ എന്റെ ഡോട്ട് എക്സ്പാത്ത് മാറ്റിയിട്ട് ബൈ ഡോട്ട് ഐ ഡി വെച്ച് കൊടുത്തു നോക്കിക്കേ. ഡബിൾ കോട്ട്സ് കൊടുക്കണടാ. മിസ് എൻ്റെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തത് അതേപോലെ തന്നെ ആ സ്ക്രീനിൽ ഇരിക്കാതെ പോകുന്നില്ല. ഏത് ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്ന ഇപ്പോ? സ്ക്വയർ ബ്രാക്കറ്റ് എക്സ്ട്രാ. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഒഴിവാക്കിയേക്കടാ. അറിയാം. ഇല്ല, സെയിം തന്നെ. വേറെ ഇഷ്യൂ ഞാൻ കാണുന്നില്ലല്ലോ. ഈ ചെയ്ത കോഡ് എനിക്കൊന്ന് അയച്ചു തരണേടാ. ഈ കോഡും ചാറ്റിൽ ഇട്ടായിരുന്നേ എനിക്ക്. അല്ലെ എനിക്ക് വാട്സാപ്പ് ചാറ്റിൽ തരണേ ഒന്ന്. ഓക്കെ എന്നാ എനിക്കൊന്ന് സെഷൻ കഴിഞ്ഞ് അയച്ചു തരണം കേട്ടോ അഖിലേന്ദു. ഓക്കെ. ഇനി നമ്മളിപ്പോ പറഞ്ഞ 3 കാര്യങ്ങൾ മൗസ് ആക്ഷൻസ് ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് ഈസ് കീബോർഡ് ആക്ഷൻ. ഓക്കെ, കീബോർഡ് ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ Ctrl+T ഒന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കീസ് നിങ്ങൾക്ക് പ്രസ് ചെയ്യണം എന്ന് വിചാരിക്കൂ. നിങ്ങൾ എങ്ങനെ സിമുലേറ്റ് ചെയ്യും അത് ഓട്ടോമേഷനിൽ? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അല്ലേടാ? അപ്പോൾ നമ്മൾ കീബോർഡ് ആക്ഷൻസിനെ സിമുലേറ്റ് ചെയ്യാനായിട്ട്
നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ഉണ്ട്. അതിൻ്റെ പേരാണ് PyAuto GUI. ചാറ്റിൽ ഇടുന്നുണ്ട്. ഓക്കെ, കീബോർഡ് ആക്ഷന്റെ കോഡ് ഞാൻ ഡയറക്റ്റ്ലി തരാം. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ PyAuto GUI ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് അത് കൊടുത്തേടാ. ഇൻസ്റ്റാൾ ആയിക്കോട്ടെ, ഒത്തിരി ടൈം എടുക്കും, ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ. അതാ താഴെ ഒരു പ്രോഗ്രസ് ബാർ പോകുന്നുണ്ട്. ഇൻസ്റ്റാൾ ആവട്ടെ. മാം എന്താ ചെയ്യണ്ടെന്നാ പറഞ്ഞേ? ഈ ഞാൻ തന്ന കോഡ് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിൽ PyAuto GUI അവിടെ ഒരു എറർ കാണിക്കും ഇല്ലേ? അവിടെ കൊണ്ടേ കേഴ്സർ വെക്കുമ്പോ ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. എനിക്ക് അങ്ങനെ വന്നില്ല. ക്രിയേറ്റ് പാരാമീറ്റർ ഷെയർ ചെയ്തടാ, അനക്ക് ഷെയർ ചെയ്തേ. അനക്ക് ഷെയർ ചെയ്തേടാ. സ്ക്രീൻ കാണുന്നില്ലേ? ഞാൻ ഷെയർ ഇല്ലടാ, കാണുന്നില്ല. ഇവിടെ പ്രസന്റിങ് ആയിട്ടില്ല. പ്രസന്റേഷൻ സ്റ്റാർട്ടിംഗ് എന്നാണ് കാണിക്കുന്നത്. സ്റ്റാർട്ടിങ് അല്ല, എനിക്കൊന്ന് സ്റ്റാർട്ടഡ് ആയാലും അവിടെ കാണിക്കുമല്ലോ എന്ന് തോന്നുന്നു. ഇവിടെ കാണുന്നില്ല. ഞാൻ ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യും. ലീവ് ചെയ്ത് റീജോയിൻ ചെയ്തോളൂ. അപ്പൊ ഷെയർ ആയി. അവിടെ കൊണ്ട് കേഴ്സർ വെച്ചേടാ. PyAuto GUI അവിടെ മോർ ആക്ഷൻസ് കൊടുത്തേ. ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ. അത് ഇൻസ്റ്റാൾ ആവട്ടെ. അപ്പോഴേക്ക് ഞാൻ ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. PyAuto GUI.hotkey എന്ന് പറയുമ്പോൾ ഹോട്ട്കീ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ കീസ് പ്രസ് ചെയ്യാനുണ്ടാവുമ്പോൾ അതിനെ സിമുലേറ്റ് ചെയ്യാനാണ് .hotkey എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആണോടാ?
ഓക്കെ. പ്രസ് എൻ്റർ കഴിഞ്ഞ് അതുപോലെ pio.gui.write മഞ്ഞ പോലെ കൊടുത്തേക്കുന്ന കണ്ടോടാ. ഈ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മുടെ നമ്മൾ നോർമലി URL എൻ്റർ ചെയ്യുന്ന ഒരു പോർഷൻ ഇല്ലേ, ആ പോർഷനിലേക്ക് എന്തെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ pio.gui.write എന്ന് പറഞ്ഞ് കൊടുക്കാം. മനസ്സിലായോടാ? റൈറ്റിന്റെ ഫങ്ഷനാലിറ്റി മനസ്സിലായായിരുന്നോ? ഓക്കെ. ഇനി അതിന് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. എന്താണ്? pio.gui.press. അതായത് ഏതെങ്കിലും കീ പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോട്ട് പ്രസ് എന്ന് പറഞ്ഞു കൊടുക്കാം. സിംഗിൾ കീ ആണ് പ്രസ് ചെയ്യേണ്ടതെങ്കിൽ. മൾട്ടിപ്പിൾ കീസ് ഒരുമിച്ച് പ്രസ് ചെയ്യണമെങ്കിൽ ഹോട്ട് കീ. ഓക്കെ. ഓക്കെ. അത് കഴിഞ്ഞ ഒരു ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോളൂ. ടൈം ഡോട്ട് സ്ലീപ്പ് ഓഫ് 2 കൊടുത്തിട്ട് വെരിഫൈ കീബോർഡ് ആക്ഷൻ ഇൻവോക്ക് ചെയ്ത് നോക്കിക്കേ. എക്സിക്യൂട്ട് ആയി പോയോടാ? ഇല്ലല്ലോ. ഒരു വട്ടം കൂടി എക്സിക്യൂട്ട് ചെയ്തേ. ഒരു കാര്യം ചെയ്തേടാ, ആ Ctrl+T പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓൾറെഡി സ്ലീപ്പ് ഓഫ് 5 ഉണ്ട്. അത് കഴിഞ്ഞ ഡോട്ട് ടൈപ്പ് വരുന്നില്ലേ, ഡോട്ട് റൈറ്റ് ഓഫ്, അതിനുശേഷം അഗൈൻ ഒരു ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തേ.
ഞാൻ നോക്കട്ടെ കേട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാമേ.